الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا أما بعد അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ വർഷത്തെ ഹജ്ജിലെ മിനായിലെ രണ്ടാമത്തെ ദിവസത്തിലാണ് നമ്മളുള്ളത്. അയ്യാമു തശ്രീഖിന്റെ രണ്ടാമത്തെ ദിവസത്തിൽ. ഇന്ന് ദുൽഹജ്ജ് 12 ദുൽഹജ്ജ് 12 അൽഹംദുലില്ലാഹ്. ഈ ദിവസം അള്ളാഹു നമ്മളോട് ഇവിടെ ഒരുമിച്ച് കൂടാൻ പറഞ്ഞത് എന്തിന് എന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചു. നമ്മൾ പലതവണ കേട്ടൊരു കാര്യമാണ്. നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ, നമ്മുടെ ഈ സ്ഥലത്ത് താമസിക്കുന്നത്, അതുകൊണ്ട് അള്ളാഹു പറഞ്ഞ ആ ഒരു ഫലം നമുക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നത്. അള്ളാഹു പറഞ്ഞത് വദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅദൂദാത്ത്, ഇനി എണ്ണപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം, ഓർത്തുകൊണ്ടിരിക്കണം, സ്മരിച്ചുകൊണ്ടിരിക്കണം. നിങ്ങളുടെ ഉള്ളിൽ അള്ളാഹു നിറഞ്ഞിരിക്കണം. വദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅദൂദാത്ത് ഫമൻ തഅജ്ജല ഫീ യൗമൈനി ഫലാ ഇത്മ അലൈഹി. അതിൽ 2 ദിവസം കൊണ്ട് ധൃതിപ്പെട്ട് നിങ്ങൾക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് പോകാം. ഫലാ ഇത്മ അലൈഹി, അതിന് നിങ്ങൾക്ക് കുറ്റമുണ്ടാവുകയില്ല. ഉടനെ പറഞ്ഞു വമൻ തഅഖറ ഫലാ ഇത്മ അലൈഹി. ഒരു ദിവസം കൂടി ഇവിടെ ബാക്കിയായാലോ, പിന്തിച്ചു നിന്നാലോ അത് നല്ലതാണ്, അതിനും പ്രത്യേകിച്ച് കുറ്റമൊന്നുമില്ല. രണ്ടിന്റെയും ഉദ്ദേശം ലിമനിത്തഖ, തഖ്വയുണ്ടാകാൻ വേണ്ടി. ഫയ്യിലത്ത് എന്തിനാ? തഖ്വ ഉണ്ടാകാൻ വേണ്ടി. തഖ്വ ഉണ്ടാകാൻ വേണ്ടി അള്ളാഹു കൽപ്പിക്കുന്ന കൽപ്പന എന്താ? വദ്കുറുല്ലാഹ്. നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് മാത്രമാണ്. നമുക്ക് ഇനിയും കുറച്ച് മണിക്കൂറുകൾ, ഒരു ദിവസം കൂടി ഇവിടെ ഉണ്ട്. ഈ ദിവസങ്ങളിൽ നമ്മുടെ ചർച്ച എന്താണ്? നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അള്ളാഹുവിനെ കുറിച്ചാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അള്ളാഹുവിനെ കുറിച്ചാണോ നമ്മുടെ ഡിസ്കഷൻ? നമ്മളുടെ ചർച്ച മുഖേന നമുക്ക് ലിമനിത്തഖ എന്നതിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ടോ? അതാണ് പ്രശ്നം. എനിക്ക് തഖ്വ ഉണ്ടായിട്ടുണ്ട് എന്ന് ബോധ്യമായ ഒരാൾക്ക് 2 ദിവസം കൊണ്ട് തീർത്തു പോകാം. അതാണ് ലിമനിത്തഖ എന്ന് പറഞ്ഞത്. എനിക്ക് കിട്ടേണ്ട തഖ്വ എനിക്ക് കിട്ടിയിട്ടുണ്ട്, എന്റെ ജീവിതാവസാനം വരെ സൂക്ഷിച്ചു പോരാവുന്ന തഖ്വ എനിക്കുണ്ട് എന്ന് തോന്നിയാൽ നിങ്ങൾ തിരിച്ചു പോവാം. ഇല്ലെങ്കിലോ ഇവിടെ നിൽക്കണം. അപ്പൊ നമ്മൾ തിരിച്ചു പോകാനുള്ള, നമ്മളല്ല ആരെങ്കിലും തിരിച്ചു പോകാനുള്ള ടെൻഡൻസിയുടെ കാരണം എന്ത് എന്നതാണ് പ്രശ്നം. എന്തുകൊണ്ടാണ് തിരിച്ചു പോകാന്? ഇവിടെ അസൗകര്യങ്ങൾ ഉള്ളത് കൊണ്ടാണോ? ഇവിടെ ചൂടുള്ളത് കൊണ്ടാണോ? ഇവിടെ വിശ്രമിക്കാൻ നിങ്ങളുടെ വീട്ടിൽ അത്ര സൗകര്യമില്ലാത്തത് കൊണ്ടാണോ? നിങ്ങൾ റെന്റ് ചെയ്ത ഹോട്ടലിൽ അത്ര സൗകര്യമില്ലാത്തത് കൊണ്ടാണോ? അതാണ് പ്രശ്നം. നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഉള്ളിലേക്കാണ്. എന്തുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോകുന്നു? 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു പോകണം എന്ന് നിങ്ങൾക്ക് തോന്നാനുള്ള കാരണം എന്താണ്? അതാണ് പ്രശ്നം. അത് നിങ്ങൾക്ക് അഭൗതികമായ സൗകര്യങ്ങളുടെ അപര്യാപ്തതയാണെങ്കിൽ ശരിക്കും ശ്രദ്ധിക്കണം. അഭൗതികമായ സൗകര്യങ്ങളുടെ അപര്യാപ്തതയാണെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ തഖ്വ ശരിയായിട്ടില്ല എന്നാണ്. ശരിക്കും ശ്രദ്ധിക്കണം. മറിച്ച് നമുക്കൊരു കാരണം ഉണ്ടെന്ന് വെക്കുക, സുഖല്ല, പ്രയാസമാണ്, അല്ലെങ്കിൽ നാളെ ട്രാവൽ ചെയ്യേണ്ടതുണ്ട്. ഇതൊക്കെയാണെങ്കിലും നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കണം. എനിക്ക് കിട്ടിയിട്ടുണ്ടോ ലിമനിത്തഖ? ഒറ്റ വാക്കേ റബ്ബ് പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് രണ്ടും കുഴപ്പമില്ല, രണ്ടും ചെയ്യാം. പ്രശ്നം അതാണ്. ലിമനിത്തഖ, നിങ്ങൾക്ക് തഖ്വ കിട്ടിയിട്ടുണ്ടോ ഇല്ലേ?
എന്നിട്ട് വീണ്ടും അല്ലാഹു ആവർത്തിക്കുക, വത്തഖുല്ലാഹ്. അതാണ് ഒരു അത്ഭുതം. അതാ വിഷയത്തിന്റെ പ്രാധാന്യമാണ്. വത്തഖുല്ലാഹ് വീണ്ടും പറയാം, വത്തഖുല്ലാഹ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്കിവിടെ കിട്ടേണ്ടത് തഖ്വയാണ്. തഖ്വയാണ്. കാരണം വഅലമു, കാരണം നിങ്ങൾ മനസ്സിലാക്കണം, അന്നക്കും ഇലൈഹി തുഹ്ശറൂൻ, അന്നക്കും ഇലൈഹി തുഹ്ശറൂൻ. നിങ്ങളെല്ലാവരും അവന്റെ അടുത്തേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടും, അവന്റെ അടുത്തേക്ക് തിരിച്ചു പോകേണ്ടവരാണ്. നമുക്കറിയാം അള്ളാഹു ഉപയോഗിച്ച പദം, അവിടെ പല പദങ്ങൾ ഉപയോഗിക്കാം ഒരുമിച്ച് കൂട്ടുക എന്നുള്ളത്. പക്ഷെ അവിടെ ഉപയോഗിച്ച പദം തുഹ്ശറൂൻ എന്നാണ്. മഹ്ശർ എന്ന് നമ്മൾ അവസാന ദിവസം ഒരുമിച്ച് കൂടുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് മഹ്ശർ. ആ മഹ്ശറിൽ നിന്നുള്ള പദമാണ് അള്ളാഹു ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. എന്ത് പറഞ്ഞ ശേഷം മിനായിലെ ഈ വാസത്തെക്കുറിച്ച് പറഞ്ഞ ശേഷം നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട വിചാരം അതാണ്. ആ ഒരു ഒരുമിച്ച് കൂടലിൽ എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കും, രക്ഷപ്പെടാവുന്ന തഖ്വ എന്റെ കയ്യിലുണ്ട്. നമ്മളോട് പോരുമ്പോ തന്നെ പറഞ്ഞ് നിങ്ങൾ എന്തുണ്ടാക്കണം ഉണ്ടാക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഹജ്ജുമായി ബന്ധപ്പെട്ട മുഴുവൻ ആയത്തുകളും അവസാനിക്കുന്നത് തഖ്വ കൊണ്ടാണ്. ശ്രദ്ധിക്കണം ശരിക്കും, തഖ്വ കൊണ്ടാണ് എല്ലാ ആയത്തും. നിങ്ങൾ സൂറത്തുൽ ബഖറയിലും സൂറത്ത് അൽ ഇംറാനിലും സൂറത്ത് അൻആമിലും സൂറത്ത് ഹജ്ജിലും ഒക്കെയുള്ളത്. സൂറത്ത് ഹജ്ജ് ഭയങ്കര മനോഹരമാണ്. അങ്ങനെ ഒരു സൂറത്ത് തന്നെ ഉണ്ടല്ലോ. അത് തുടങ്ങണേനെ എങ്ങനെ? അത് ഭയങ്കരമായ. നമ്മൾ പരിശോധിക്കേണ്ടത് ഇനിയുള്ള മണിക്കൂറുകൾ, നമ്മുടെ ഇവിടെയുള്ള മണിക്കൂറുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ സംസാരം എന്താണ്, നമ്മുടെ ചർച്ച എന്താണ്, നമ്മുടെ ചിന്ത എന്താണ്. ഇതാണ് ദിക്ർ എന്ന് പറയുന്നത്. ഇത് മൂന്നും കൂടിയതാണെങ്കിൽ നമ്മുടെ സംസാരം റബ്ബിനെ കുറിച്ചാണ്. നമ്മുടെ സംസാരം തഖ്വ ഉണ്ടാകുന്നതിനെ കുറിച്ചാണോ? നമ്മുടെ ചിന്ത റബ്ബിനെ കുറിച്ചാണോ? നമ്മുടെ ചിന്ത തഖ്വയെ കുറിച്ചാണോ? നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇരുന്ന് ആരെ കുറിച്ചാണ്? നമ്മുടെ ബിസിനസിനെ കുറിച്ചാണോ ഇവിടെ ഇരുന്ന് ഓർത്തുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ മക്കളെ കുറിച്ചാണോ? കുടുംബത്തെ കുറിച്ചാണോ? മാതാപിതാക്കളെ കുറിച്ചാണോ? നഷ്ടപ്പെട്ടു പോകുമെന്ന് ഭയമുള്ള എന്തിനെങ്കിലും കുറിച്ചാണോ? ആകരുത്, ആകരുത്. ഇവിടെ നിങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത് ഒരൊറ്റ ചിന്തക്ക് വേണ്ടി മാത്രമാണ്. അത് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയാണ്. ആ ചിന്തയുടെ ഫലമായി നമുക്ക് എന്ത് കിട്ടും? തഖ്വ കിട്ടും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ടത്. ഈ തഖ്വ എന്നൊക്കെ പറയുന്നത് എന്താ സഹോദരന്മാരെ? നിങ്ങൾ ആലോചിക്കണം. അതെന്താ? ഹജ്ജിന്റെ വിളംബരം മുതൽ ഇബ്രാഹിം അലൈഹിസ്സലാം ഹജ്ജിന് വിളംബരം ചെയ്ത കൽപ്പനയുടെ രംഗം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാം ഹജ്ജിന് വേണ്ടി വിളംബരം ചെയ്യാൻ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്. എന്നിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാം സഫയുടെ മുകളിൽ കയറുകയാണ്. എന്നിട്ട് വിളിച്ചു പറയാൻ ആരംഭിച്ചു. വിളിച്ചു പറഞ്ഞപ്പോ പ്രകൃതിയിൽ സംഭവിച്ച ഒരു സംഭവ വികാസം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. പർവ്വതങ്ങളൊക്കെ അങ്ങനെ താഴ്ന്നു. അദ്ദേഹം പറയുന്നത് പർവ്വതങ്ങളൊക്കെ അവയുടെ തല താഴ്ത്തി. താഴ്ന്ന സ്ഥലങ്ങളുണ്ട്. ആ താഴ്ന്ന സ്ഥലങ്ങളൊക്കെ കുറച്ചിങ്ങനെ പൊന്തി വന്നു. എന്നിട്ട് എല്ലാ വസ്തുക്കളും ഉറക്കെ പറഞ്ഞു, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. കാരണം ഇബ്രാഹിം അലൈഹിസ്സലാം വിളിച്ചു പറഞ്ഞത് ആരുടെ വിളിയാ? അള്ളാഹുവിന്റെ വിളി. ഈ വസ്തുക്കളൊക്കെ ആരുടെ ഉടമാവകാശത്തിലുള്ളതാ? അള്ളാഹുവിന്റെ ഉടമാവകാശം. എല്ലാവരും വിളിച്ചു പറഞ്ഞു, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ നിസ്സാരമാക്കരുത്, ഹജ്ജിനെ ചെറുതാക്കരുത്. നമുക്ക് അതും ഇതും പറഞ്ഞ് സമയം കളയാനുള്ള
സ്ഥലമല്ല മിനയിലിട്ടത്. നമുക്ക് ഇനി ഇത് ഒക്കെ ഇനി ജീവിതത്തിൽ ഒരു പക്ഷെ ഹജ്ജ് ചെയ്യാൻ നമുക്ക് സാധിച്ചുകൊള്ളണമെന്നില്ല. പല കാരണങ്ങളാൽ സാധിച്ചുകൊള്ളണമെന്നില്ല. മാക്സിമം നമ്മൾ എന്ത് വെച്ചാൽ ഇവിടെയുള്ള ഓരോ സെക്കൻഡുകളും അള്ളാഹുവിന്റെ ദിക്റിലേക്ക് എത്താൻ, അതിലൂടെ തഖ്വയിലേക്ക് എത്താൻ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാണ്. അതാണ് അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ ഹജ്ജിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ലക്ഷ്യങ്ങൾ തിരിച്ചു പോകുമ്പോ ആ ലക്ഷ്യങ്ങൾ കിട്ടി എന്ന് ഉറപ്പാക്കേണ്ടവരാണ് നാം. ഉറപ്പാക്കേണ്ടവരാണ്. ഞാൻ അതുകൊണ്ടാണ് ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞത്. ചെക്ക് ലിസ്റ്റ് സാധാരണ നമ്മൾ ഉണ്ടാക്കിയത് ഇങ്ങോട്ട് വരുമ്പോഴാ, അല്ലേ? ഇങ്ങോട്ട് വരുമ്പോഴുണ്ടാക്കിയത് അത് ഭൗതികമായ സംഗതികളാണ്. അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവിടെ ജീവിക്കാന്ന് ഇപ്പൊ നിങ്ങൾ പഠിച്ചില്ലേ? നിങ്ങളെ ചെക്ക് ലിസ്റ്റിലുള്ള വലിയ വലിയ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്താക്കാം, ജീവിക്കാമെന്ന് പഠിച്ചില്ലേ? പക്ഷെ അപ്പൊ നിങ്ങൾ ചോദിക്കും, ഞങ്ങൾ ചെക്ക് ലിസ്റ്റിലിട്ട് കൊണ്ടുവന്ന സാധനം നിങ്ങൾ ഉപയോഗിച്ചല്ലോ. അതുണ്ടാകും. ഉണ്ടെങ്കിലും ഉപയോഗിക്കും, ഇല്ലെങ്കിലും എന്താക്കാം, ഇവിടെ ജീവിച്ചു നോക്കാം. കണ്ടില്ലേ ദേഷ്ടം? നമ്മുടെ ഈ ടെന്റ് അള്ളാഹുവിന്റെ വലിയൊരു ഞാമത്തല്ലേ, വലിയൊരു ഞാമത്ത്. നമ്മള് എപ്പോഴെങ്കിലും ദാഹിച്ച് വെള്ളം കിട്ടാതെ പോയോ? നമുക്ക് യൗമ തെർവിയ ഉണ്ടായത് എങ്ങനെയെന്നറിയും? ആ പേരെന്നെ ഉണ്ടായത് തെർവിയ എന്നുള്ള പേര് ദുൽഹജ്ജ് 8 പേരാ. ദുൽഹജ്ജ് 8 പേരാ തെർവിയ. തെർവിയ എന്ന് പറഞ്ഞാൽ ദാഹമാണ്, ദാഹവുമായി ബന്ധപ്പെട്ടതാണ്. അന്ന് ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു അത്. അതുകൊണ്ടാണ് സിഖായത്തുൽ ഹാജ്, ഹാജിക്ക് വെള്ളം കൊടുക്കുക എന്നത് ഒരു ക്രെഡിറ്റ് ആയിരുന്നു. ഖുറൈശികളുടെ ഒരു വലിയ പ്രവർത്തനമായിരുന്നു അത്. അവര് അന്തസ്സിലായിരുന്നു അത്. ഭയങ്കരമായിരുന്നു ആ സംഭവം. കാരണം അത്ര പ്രയാസമില്ല. നമ്മളോ വെള്ളത്തിന്റെ കുപ്പി ഇങ്ങനെ തട്ടല്ലേ, അല്ലേ? എത്രയാ അല്ലെ? നിങ്ങൾ ആലോചിക്കൂ, കുടിക്കണ വെള്ളം കൊണ്ട് നമ്മളിൽ പലരും കൈ കഴുകിയില്ലേ? കുടിക്കണ വെള്ളം കൊണ്ട് നമ്മളിൽ പലരും വുദൂ ചെയ്തില്ലേ? ഒരുപക്ഷെ നിർബന്ധിത സാഹചര്യമായിരിക്കാം, ഓക്കെ. പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെ കിട്ടിയില്ലേ? യഥേഷ്ടം കിട്ടിയില്ലേ? നമ്മളെവിടെയെങ്കിലും മുട്ടിയോ എന്തിനെങ്കിലും? ഒന്നുമില്ലല്ലോ. നിങ്ങൾ ആലോചിച്ചൊക്കെ സങ്കടം വരും. കുടിച്ച കുപ്പികളുടെയൊക്കെ പകുതി അവിടെ കിടക്കുക. കുടിച്ച കുപ്പികളുടെ പകുതി അവിടെ കിടക്കുക. ഏതാ കാലഘട്ടം നിങ്ങൾ ഓർക്കണം. പല ആഫ്രിക്കൻ രാജ്യങ്ങളിലെയും നമ്മുടെ കുട്ടികൾ, മുസ്ലിം കുട്ടികൾ ആ ദാഹിക്കുമ്പോ ചുണ്ടൊന്ന് നനക്കാൻ വെള്ളം കിട്ടാതെ കഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. അതിന് വെള്ളം വന്നാൽ അന്ന് പെരുന്നാളാ. പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവരാഘോഷിക്കുന്നത്. അപ്പൊ നമ്മളിങ്ങനെ വെള്ളം കൊണ്ട് തട്ടി. ഞാൻ പറഞ്ഞത് യഥേഷ്ടം കിട്ടി. അള്ളാഹു നമ്മളെ വല്ലാതെ അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹങ്ങൾ പലപ്പോഴും ഒരു പ്രശ്നമുണ്ട്. എന്താ അറിയോ? അടിസ്ഥാന ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ ചിലപ്പോ പിന്തിരിക്കണം. നമ്മൾ ശ്രദ്ധിക്കണം. സൗകര്യങ്ങൾക്ക് കൂടുമ്പോഴും പ്രശ്നമാണ്. അത്യാവശ്യ സൗകര്യം ഇല്ലെങ്കിൽ പ്രശ്നം തന്നെയാണ്. പക്ഷെ കൂടുമ്പോഴും പ്രശ്നമാണ്. നമ്മൾക്ക് ഒരുപാട് ചിന്തകൾ വേറെ ഉണ്ടാകും, സംസാരം വരും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇനി ഇൻഷാ അല്ലാഹ് ഒരു 24 മണിക്കൂറിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മുടെ ചെക്ക് ലിസ്റ്റിലുള്ള ഒന്നാണല്ലോ എന്ത്? ദുനിയാവുമായുള്ള ബന്ധം കുറച്ചു കൊണ്ടുവരിക. എന്തിനാണത്? ദുനിയാവിൽ നമുക്ക് ജോലി വേണം, ബിസിനസ് വേണം, ഒക്കെ വേണം. അതിൽ സംശയമില്ല. ഈ കുറച്ച് വരുന്നത് എന്തിനാന്ന് വെച്ചാൽ ആഖിറത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിയാണ്. ദുനിയാവുമായുള്ള ബന്ധം ശക്തമായാൽ ആഖിറത്തിനെ നമ്മൾ എന്ത് ചെയ്യും? മറന്നുപോകും. അതാണ് ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ എന്ന് പറഞ്ഞു. അവിടെ ഈഹാറ് വന്നാൽ നമ്മൾ ആഖിറത്ത് മറന്നുപോകും. അത് നമുക്ക് സംഭവിക്കാൻ പാടില്ല. നമുക്കൊരിക്കലും സംഭവിക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുക. ഇനി ഉള്ള മണിക്കൂറുകൾ നമ്മൾ ഇൻഷാ അല്ലാഹ് നമുക്ക് തഖ്വ ഉണ്ടാക്കണം. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ കല്ലെറിയാൻ പോകും. എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, ഇന്നലെ നമ്മൾ കല്ലെറിഞ്ഞത് പോവാൻ തന്നെ കല്ലെറിയും. മനസ്സിലായില്ലേ? കല്ലെറിയുമ്പോഴുള്ള നമ്മുടെ വികാരം എന്താണെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, അല്ലേ? ഒരു ശൈത്താനും നമ്മളെ ഇനി എന്ത് ചെയ്യാൻ പറ്റരുത്, അറ്റാക്ക് ചെയ്യാൻ കഴിയരുത്.
നമ്മളെ സ്വാധീനിക്കാൻ കഴിയരുത്, നമ്മളെ പിന്തിരിപ്പിക്കാൻ കഴിയരുത്. ആ ശൈത്താനുകളൊക്കെ നമ്മൾ കല്ലെറിഞ്ഞു ഓടിക്കുകയാണ്. എന്റെ ജീവിതത്തിൽ ഇനി ശയാത്തീനുകളില്ല. എനിക്ക് അള്ളാഹു എന്നെ സൃഷ്ടിക്കുമ്പോ 2 കരീനത്തുകൾ എന്റെ ശരീരത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ഒന്ന് ശൈത്താന്റെ കരീനത്താ. കരീനത്ത് പറയാൻ കൂട്ടുകാരൻ ഉണ്ട്, പക്ഷെ ആ കരീനത്തിന് ഞാൻ വളം വെച്ചു കൊടുക്കുകയില്ല. അതാണ് വേണ്ടത്. അതന്നെയാണ് തഖ്വ. അപ്പോഴാണ് ഈ തഖ്വ ഉണ്ടായിത്തീരുന്നതും നമുക്ക് ഉയരാൻ സാധിക്കുന്നതും. അള്ളാഹു തൗഫീഖ് നൽകുമാറാണ്. നമ്മൾ ഇന്ന് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കല്ലെറിയുമ്പോൾ അതൊക്കെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാണ് നമ്മൾ കല്ലെറിയുന്നത്. അള്ളാഹു അക്ബർ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? അള്ളാഹു അല്ലാത്ത എല്ലാം എനിക്ക് നിസ്സാരമാണ്. അള്ളാഹുവിന് വേണ്ടി ഞാൻ എന്തും ത്യജിക്കും, എന്തും. ഓരോ കല്ല് എറിയുമ്പോഴും, ഓരോ തക്ബീർ നമ്മൾ മുഴക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് ഞാൻ എന്റെ ശൈത്താനിനെ അതിജയിച്ചിരിക്കുന്നു എന്നതാണ്. അതാണ് അവിടെയാണ് വിളി. അല്ലാതെ ഞാൻ എന്റെ ശൈത്താന് വശംവദനായി അതിലേക്ക് നമുക്ക് എത്താൻ കഴിയും. ആദ്യത്തെ ജംറയിൽ 7 കല്ലുകൾ എറിഞ്ഞ ശേഷം നമ്മൾ വലതുഭാഗത്തേക്ക് മാറി നിൽക്കും. ഇന്നലെ നിന്നതുപോലെ തന്നെ ഒഴിഞ്ഞ സ്ഥലത്ത്. മനസ്സിലായില്ലേ? പോലീസുകാരെ മാറ്റുമ്പോ അവര് മാറ്റാൻ സാധ്യതയില്ലാത്ത സ്ഥലത്തേക്ക് മാറി നിൽക്കും. മനസ്സിലായല്ലോ? എന്നിട്ട് കൈ ഉയർത്തി നമുക്ക് എത്ര സമയം വേണോ അത്രയും ദ്വാ ചെയ്യും. എന്നിട്ടേ പോകാവൂ. എന്തൊക്കെ ചോദിക്കാനുണ്ടോ അതൊക്കെ ചോദിച്ചു വാങ്ങാനുള്ള അവസാനത്തെ സ്ഥലമാണ്, അവസാനത്തെ രംഗമാണ്. ചോദിക്കുന്നതിൽ ഏറ്റവും വലുത് തഖ്വയായിരിക്കണം ഇന്ന്. മനസ്സിലായില്ലേ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖ വൽ അഫാഫ വൽ ഗിന. ഈ പ്രാർത്ഥന ശക്തമായി നമ്മൾ ചോദിക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ, ഹുദാ കിട്ടണം എനിക്ക്, വത്തുഖ വൽ അഫാഫ്. അഫാഫ് എന്ന് പറഞ്ഞാൽ തഖ്വ ഉണ്ടെങ്കിലേ അഫാഫ് ഉണ്ടാവും. സദാചാര ജീവിതത്തിലേക്ക് എന്ത് വരരുത്? സദാചാരമല്ലാത്ത ഒന്നും എന്റെ ജീവിതത്തിൽ വരും. വൽ ഗിന, എനിക്ക് ഐശ്വര്യം ഉണ്ടാകണം. എന്റെ ദുനിയാവിലും ആഖിറത്തിലുമുള്ള ഐശ്വര്യമാണ്. എന്റെ മനസ്സിന്റെ ഐശ്വര്യം, ഹൃദയത്തിന്റെ ഐശ്വര്യം, ആഖിറത്തിന്റെ ഐശ്വര്യം, ദുനിയാവിന്റെ ഐശ്വര്യം ഒക്കെ പെടുന്നത് ധാരാളമായി ചോദിക്കണം ഇൻഷാ അല്ലാഹ്. അത് കഴിഞ്ഞ് നമ്മൾ 2ാമത്തെ ജംറയിലും അതേപോലെ കല്ലെറിയുന്നത് എങ്ങനെയെന്നൊക്കെ ഇന്നലെ നമ്മൾ ശരിക്ക് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടല്ലോ. ഒരു തിരക്കിലേക്ക് നമ്മൾ പോകരുത്. മനസ്സിലായില്ലേ? നമ്മൾ തിരക്കി ആരെങ്കിലും ബുദ്ധിമുട്ടിച്ച് ഉപദ്രവിച്ച് ചെയ്യേണ്ടതല്ല. ഇതൊരു ഇബാദത്താണ്, ഒരു ഇബാദത്താണ്. എന്റെ ഉള്ളിലുള്ള പിശാചിനെ ഞാൻ അടിച്ചോടിക്കുന്ന ഒരു ഇബാദത്താണ്, മനസ്സിലായില്ലേ? ജംറയിൽ കല്ലെറിഞ്ഞിട്ട് നമ്മൾ ലെഫ്റ്റ് ഭാഗത്തേക്ക് മാറി നിൽക്കും. ആദ്യത്തെ ജംറയിൽ നിങ്ങൾ പ്രാർത്ഥിച്ചതിനേക്കാൾ കൂടുതൽ സമയം 2ാമത്തെ ജംറയിൽ പ്രാർത്ഥിക്കണം. ഇന്നലെ നമ്മൾ അങ്ങനെയല്ലേ ചെയ്തത്? ആണോ? അതെ. കൂടുതൽ സമയം പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് ചോദിക്കാനുള്ളതൊക്കെ ചോദിച്ചു എന്ന് ഉറപ്പുവരുത്തിയിട്ട് മതി. മറ്റു സാങ്കേതിക പ്രശ്നങ്ങളില്ലെങ്കിൽ അവിടെ നമ്മൾ മടങ്ങാം. 3ാമത്തെ ജംറയിൽ കല്ലെറിയാൻ പോവുകയാണ്. 3ാമത്തെ ജംറ മറ്റു 2 ജംറകളേക്കാൾ അകലെയാണ്. കുറച്ച് കൂടുതൽ അകലുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? 1ാമത്തെ ജംറയിൽ നിന്ന് 2ാമത്തെ ജംറത്തിൽ കുറച്ച് ദൂരമുണ്ട്. മനസ്സിലായി? ഒരു 750 മീറ്ററൊക്കെ ഉള്ളു. മറ്റവിടുത്തെ കുറച്ചധികം ദൂരം. അവിടെ നമ്മൾ കല്ലെറിഞ്ഞിട്ട് തിരിച്ചു പോലും. അവിടെ എന്തെല്ലാം ആ സ്ഥലത്തിന്റെ പ്രാധാന്യം ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങളുടെ ഉള്ളിലുണ്ടല്ലോ ആ സ്ഥലത്തിന്റെ പ്രാധാന്യം. ഈ 3 ജംറകൾ എന്ന് പറഞ്ഞാൽ സാധാരണ സ്ഥലങ്ങൾ. അവിടെ ലോകം മാറിയ വിപ്ലവത്തിന് കരാറൊപ്പിട്ട സ്ഥലമാണ്. കരാറൊപ്പിട്ട സ്ഥലം അതാണ് ബൈഅത്തുൽ അഖബ. നമ്മൾ മറന്നുപോകരുത്. ആ സ്ഥലത്തിന്റെ ലോകം മാറിയത് ആ കരാറിലൂടെയാണ്. നിസ്സാരമായ കരാറാണ് ചരിത്രത്തിനതെങ്കിലും നമുക്കത് വലിയ ഗൗരവമുള്ള കരാറാണ്. അങ്ങനെയാണ് മദീനത്തുൻ നബി ഉണ്ടാകുന്നത്. ആ കരാറിലൂടെയാണ്. വല്ലാത്തൊരു സ്ഥലമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ആ വഴിയിലൂടെയാണ് നടന്നു വന്നത്. എങ്ങോട്ട് പോകാൻ? നമ്മൾ മുസ്ദലിഫയിൽ നിന്ന് മടങ്ങി വരുമ്പോൾ സ്ഥലങ്ങളില്ലേ? ഇസ്മായിൽ അലിസ്ലാമിനെ അറക്കാൻ കൊണ്ടുപോയ സ്ഥലം, അതിലേക്ക് നടന്നുപോയത് ആ വഴിയിലൂടെ. നിസ്സാരമല്ല സ്ഥലം.
നിസ്സാരമല്ല ആ സ്ഥലം. ആ സ്ഥലത്ത് വെച്ചാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിന് ഈ വഹ്യ് കിട്ടുന്നത്. വഹ്യ് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ സ്വപ്നമായിരുന്നു. എന്നിട്ട് അത് പറയാതെ മോനെയും കൊണ്ട് വന്നിട്ട് അവിടെ വെച്ചാണ് ഇത് പറയുന്നത്. ആ സ്ഥലത്ത് വെച്ചാണ് ഇത് പറയുന്നത്. അതേക്കണം ആ സ്ഥലത്തിന്റെ പ്രത്യേകത. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒരു ഇസ്ലാമിക ചരിത്രകാരൻ രേഖപ്പെടുത്തിയ വരികൾ. അദ്ദേഹം പറയുന്നത് ഞാൻ അവിടെ നിന്നാണ് അത് എഴുതുന്നത് എന്നാണ്. ആ സ്ഥലത്ത് നിന്നാണ് എഴുതുന്നത്. അവിടെ നിങ്ങൾ നോക്കിയാൽ അപ്പുറത്തും 2 വലിയ മലകൾ കാണാം. അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഡയലോഗ് എങ്ങാനും കേൾക്കാനും മനസ്സിലാക്കാനുമുള്ള കഴിവ് ഈ പർവ്വതങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ ആ പർവ്വതങ്ങൾ പൊട്ടി പിളരുമായിരുന്നു. അത്ര ശക്തല്ലേ ആ ഡയലോഗ്? ഒരു ഉപ്പാക്ക് മകനോട് പറയാൻ പറ്റുമോ? പറയാൻ കഴിയും? പറയാൻ കഴിയില്ല. ഒരു ഉപ്പാക്കും മകനോട് പറയാൻ കഴിയും. ഒരു ഉപ്പാക്ക് മോനെ ദ്രോഹിക്കാൻ കഴിയും, നോവിക്കാൻ കഴിയും. പിന്നല്ലേ ഇത് പച്ചയായി പറയും. പക്ഷേ ആ മകനെ കൊണ്ട് അള്ളാഹു തിരിച്ചു പറയിപ്പിച്ച ഒരു വാചകമുണ്ട്. നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥനയിൽ ആ വാചകം കൃത്യമായിട്ട് ഉണ്ടാകണം. ആ മോൻ പറഞ്ഞത് എന്താ? ആ മോൻ എന്താ പറഞ്ഞു? അതാണ് ആ വാചകം. പൊന്നുപ്പ കൽപ്പിക്കപ്പെട്ടത് അങ്ങ് ചെയ്യണം. നമ്മുടെ പ്രാർത്ഥനയിൽ നിന്നുണ്ടാകണം. നമ്മുടെ മക്കൾ അള്ളാഹുവിന്റെ കൽപ്പന കേട്ടാൽ ഇത് പറയുന്ന ഒരു വിധാനത്തിലേക്ക് ഉയരണം. അള്ളാഹിന്റെ കൽപ്പനയാണ് മോനെ എങ്ങനെ, റസൂലിന്റെ കൽപ്പനയാണ് മോനെ എങ്ങനെ എന്ന് പറഞ്ഞാൽ പിന്നെ നോ എന്ന് പറയുന്നവരാകരുത് നമ്മുടെ മക്കൾ. മക്കൾക്ക് വേണ്ടി ആ ഒരു വാചകം, ഇഫ്അൽ മാ തുഅ്മർ എന്ന ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ ഒരു വാചകം മുമ്പിൽ വെച്ച് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അള്ളാഹു മക്കളെ, നമ്മുടെ മക്കളെയൊക്കെ അതിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അനുഗ്രഹിച്ചാൽ ഇന്ന് നമ്മൾ കല്ലെറിഞ്ഞ ശേഷം നേരെ മസ്ജിദുൽ ഖൈഫിലേക്കാണ് പോകുന്നത്. മസ്ജിദുൽ ഖൈഫ അതിന്റെ അടുത്താണ്. ഇൻഷാ അല്ലാഹ് മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ മസ്ജിദുൽ ഖൈഫിലേക്ക് പോകുന്നു. അവിടെയാണ് ഇന്ന് നമ്മൾ മഗ്രിബും ഇശയും നമസ്കരിക്കുക. മഗ്രിബും അള്ളാഹുവിന്റെ റസൂൽ ഹജ്ജിന് വന്നിട്ട് ഖൈമ കിട്ടിയ സ്ഥലമാണത്. അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പ് ഹജ്ജിന് വന്ന പ്രവാചകന്മാർ മുഴുവൻ അവിടെയാണ് മിനയിൽ താമസിച്ചത്. വല്ലാത്തൊരു സ്ഥലത്താണ് ആ പള്ളിയുള്ളത്. വല്ലാത്തൊരു സ്ഥലമാണ് ആ പള്ളിയിൽ. ഇൻഷാ അള്ളാഹ് നമ്മള് മഗ്രിബ് നിസ്കരിക്കും. നിസ്കരിച്ച ശേഷം അവിടെ ഇരിക്കും. ഇശാവുന്നത് വരെ അവിടെ കുറേ ക്ലാസ്സുകൾ ഉണ്ടാവും. നമുക്ക് മനസ്സിലാവണോ മനസ്സിലാകാത്തതായ ക്ലാസ്സുകൾ ഉണ്ടാവും. നമുക്ക് അവിടെ ഇരിക്കാം. എന്നിട്ട് ഇശാ കൂടി നമസ്കരിച്ച് നമ്മൾ ഇൻഷാ അള്ളാഹ് അവിടുന്ന് പോരും. അങ്ങനല്ലേ ഷുഗർ? ഇൻഷാ അള്ളാഹ് അള്ളാഹു തൗഫീഖ് നൽകും. നമ്മളെന്താ മാക്സിമം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? മാക്സിമം നമ്മൾ അള്ളാഹുവിന്റെ റസൂലിനെ ഇത്തിബാ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതാണ് മനസ്സിലായില്ലേ? നാളെ നമുക്ക് ഓരോ പോയിന്റുകളും വെച്ച് നമുക്ക് പരിശോധിക്കണം എത്ര ക്ലിയറായി എന്നുള്ളത്. ഓരോന്നും 5-6 പോയിന്റുകളാണ് പറഞ്ഞു. ഓരോന്ന് വെച്ച് അതാണ് ശരിക്കും നമ്മൾ ഒരു സ്വയം വിചാരണ നടത്തുന്നത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കുടുംബത്തോടൊക്കെ നിങ്ങൾ ഈ വിവരം അറിയിക്കുക. ഈ രീതിയിൽ തഖ്വ ഉണ്ടാക്കണം. നമുക്ക് തഖ്വ ഉണ്ടെങ്കിലേ രക്ഷപ്പെടൂ. അതിനാണ് ഈ ദിവസം. അതുകൊണ്ട് ദയവ് ചെയ്ത് മറ്റുള്ള ചർച്ചകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അത്യാവശ്യമല്ലാത്ത ചർച്ചകളൊക്കെ മാറ്റിവെക്കുക. അത്യാവശ്യം നിങ്ങൾ അള്ളാഹിനെ കുറിച്ച് സംസാരിക്കുക. കുറിച്ച് എല്ലാവരും പറയാം അള്ളാഹിനെ കുറിച്ച്. അതല്ലേ രസം അല്ലേ? അള്ളാഹു നമുക്ക് ഇന്ന് നിയമത്തുകൾ പറഞ്ഞോളി. അത് അള്ളാഹിനെ കുറിച്ച് പറയാനാ. ഞാൻ ആരായിരുന്നു ചെറുപ്പത്തിൽ, ഇപ്പൊ ഞാൻ എവിടെ എത്തി, എന്തായി? നമുക്ക് അള്ളാഹിനെ കുറിച്ച് സംസാരിക്കാൻ ആ സംസാരമാകട്ടെ മറ്റ് സംസാരങ്ങൾക്ക് പകരമായി ഉണ്ടാകും. ഇങ്ങനെ ഒരു സന്ദർഭം നമുക്ക് വേറെ കിട്ടൂലേ. അള്ളാഹു നമ്മളങ്ങനെ കൊണ്ടുവന്ന് ഇറക്കിയതല്ലേ ഈ സ്ഥലത്ത് ഇതിനു വേണ്ടി. വേറെ കിട്ടൂല. എല്ലാവരും ശ്രദ്ധിക്കാൻ അള്ളാഹു നമ്മുടെ ഹജ്ജ് കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ പ്രാർത്ഥനകളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് അള്ളാഹുവിനോട് ഒരുപാട് ഹംദ് പറയണം, ഒരുപാട് ശുക്ർ പറയണം. അത്രമാത്രം വലിയ ഞെട്ടത്താണ് ഹജ്ജിന്റെ വിഷയത്തിൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. നമ്മുടെ വാക്കുകൊണ്ടൊന്നും പറഞ്ഞാൽ തീരുവ. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ഇൻഷാ അള്ളാഹ് അള്ളാഹുവിനോട് പ്രകടിപ്പിക്കണം. ഇൻഷാ അള്ളാഹു കാണുന്നുണ്ട്, നമ്മുടെ വാക്കുകൾ കേൾക്കുന്നുണ്ട്, നമ്മുടെ ഇരുത്തം കാണുന്നുണ്ട്, നമ്മുടെ ഹൃദയം അറിയുന്നുണ്ട്. തീർച്ചയായും
അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുക തന്നെ ചെയ്യും. സ്വീകരിക്കുന്നവരും അല്ലാതെ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.